ഹലോ വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് മീൽ പ്രപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു 4 ദിവസത്തേക്കുള്ള മീൽ പ്രപ്പ് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മീൽ പ്രപ്പാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിപ്പം ഓൾമോസ്റ്റ് 10 kg കുറഞ്ഞു കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 4 കിലോ ആണ് കുറഞ്ഞിരുന്നത്. ഞാൻ വെയിറ്റ് ലോസ് ജേർണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ 10 kgs കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഉണക്കമുളക് ക്രഷ് ചെയ്ത്, അതിൻ്റെ കൂടെ തന്നെ 2 ടൊമാറ്റോയും കൂടെ. അതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ആയാലും മതി. ആ ഒന്ന് 2-3 മിനിറ്റ് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത്. നോർമലായിട്ടുള്ള തേങ്ങ ചട്നി അധികം കഴിക്കാറില്ല. അപ്പം ഇങ്ങനെ ടൊമാറ്റോ ചട്നിക്ക് ഇതിപ്പോൾ 2 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവുമ്പം അധികം തേങ്ങ കൺസ്യൂം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 2 ദിവസത്തേക്ക് കഴിക്കാനുള്ളതാണ്. എന്നിട്ട് തേങ്ങ ഭയങ്കരമായിട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പം അല്ലാതെ വെക്കുമ്പോഴത്തേക്കും വളിച്ചു പോവും. അതുകൊണ്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓഫാക്കി. ഇതിപ്പം ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് അതിൻ്റെ ചൂടും കൂടെ കഴിയുമ്പോഴത്തേക്കും അത് സെറ്റായി തണുക്കുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത്, ഒരു ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി. ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പിന്നെ ഞാൻ പച്ചമുളക് ചേർത്ത്. അധികം മുളക് പൊടി യൂസ് ചെയ്യാറില്ല. ഒരു 1-2 പച്ചമുളക് എരിവിന് ആവശ്യമനുസരിച്ച്. പിന്നെ കടുക് വറുത്ത് ചേർത്തു. വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ഒരു 1/4 കപ്പ് പുട്ട്, അരിപ്പുട്ട് തന്നെയാണ് പയറ് കറി. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ചെറിയ പ്ലേറ്റിലാണ് കേട്ടോ. ഇതിപ്പം പ്ലേറ്റിൻ്റെ അളവ് ചെറുതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇനിയും ഞാനൊരു സൂപ്പർ സൂത്രം കാണിക്കാം. ഒരുപാട് ഫോണും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്ത് കണ്ണ് ഭയങ്കര ഡ്രെയിൻഡ് ഔട്ടായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കിച്ചണിലൊക്കെ നന്നായിട്ട് പണിയെടുത്ത് ഭയങ്കര ക്ഷീണം കണ്ണിനൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് അഗാരോയുടെ എലൈറ്റ് ഐ മസാജറാണ്. ഇതിങ്ങനെ പവർ ബട്ടൺ ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം സ്മാർട്ട് എയർ പ്രഷർ. അതിനകത്തെ ആ ഒരു പ്രഷർ, നമ്മളെ മസാജ് ചെയ്യുന്ന പ്രഷർ ഒന്ന് കൺട്രോൾ ചെയ്യാനും, ഒരെണ്ണം ആ ഒരു ചൂടടിക്കുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ചൂട് വേണം അതൊക്കെ മാനേജ് ചെയ്യുന്നതാണ്. അത് ഓണാക്കി ഇങ്ങനെ നമുക്ക് ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബാൻഡാണ് ഇത്. ടൈപ്പ് സി ചാർജർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. ഏതൊരു അഡാപ്റ്റർ വെച്ചിട്ട് ടൈപ്പ് സി ചാർജർ വെച്ച് ചാർജ് ചെയ്യാം. ഈ പവർ ബട്ടണിൽ ജസ്റ്റ് ഒരു 1 ടച്ചിൽ നമുക്ക് ഇതിൻ്റെ ഓരോ മോഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യത്തേത് സൂതിങ് ഹോട്ട് കംപ്രസ് മോഡ്. അതിനകത്ത് നമുക്ക് ആ പ്രഷറും ആ ഹോട്ട് കംപ്രഷനും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്ട്രോങ് ഹോട്ട് കംപ്രസ് മോഡ്. അതിനകത്ത് ഈ ബാരോമെട്രിക് പ്രഷറും ആ ഒരു ഹീറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നെക്സ്റ്റ് ഹോട്ട് കംപ്രസ് മോഡ്. അതിനകത്ത് ആ പ്രഷറും മ്യൂസിക്കും മാത്രം ഉള്ളതാണ്. നെക്സ്റ്റ് സൂതിങ് മോഡ്. ഇതിനകത്ത് ലോ പ്രഷറിൽ മ്യൂസിക് മാത്രം വരുന്നതാണ്. പിന്നെ ഇത് ഒന്നെങ്കിൽ അതിനകത്ത് ഇൻബിൽറ്റ് മ്യൂസിക് ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വഴി. ആ ഫോണിലെ മ്യൂസിക് എന്ത് വേണമെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റും. സ്മൂത്ത് ലെതറാണ് കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് കിടന്നാൽ നല്ല സുഖമായിട്ട്, ഒന്നെങ്കിൽ അതിനകത്തെ പാട്ടാണെങ്കിൽ ഈ കിളികളുടെയൊക്കെ ശബ്ദമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇഷ്ടമുള്ള പാട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെത്താനെ അത് യുവർ ടൈം ഈസ് എന്തോ മസാജർ ഫിനിഷ്ഡ് എന്നങ്ങാണ്ട് പറയാം അതിനകത്ത്. അത് കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു ആശ്വാസം. നമുക്ക് എന്തോ ഒരു ഭയങ്കര, നമുക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ തടവിലൊക്കെ തരുന്ന പുരുകത്തിൽ ഇങ്ങനെ തടവുന്ന എന്തൊരു സുഖമല്ലേ. അതിൻ്റെ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. സൂപ്പർ സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ മസാജൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ ടൊമാറ്റോ ചട്നി തണുത്തിരുന്നു. അതൊന്ന് അരച്ച് 2 പാത്രങ്ങളിലാക്കി വെച്ചു കേട്ടോ. 2 ദിവസത്തേക്ക് 2 പാത്രങ്ങളിലാക്കി വെച്ചു. ഇത് ഞാൻ പറഞ്ഞല്ലോ, 2 പേർക്ക് 2 പാത്രങ്ങളിലാക്കി വെച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കാം. പിന്നെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മീൽ പ്രെപ്പിന് ചെയ്യുമ്പം പ്രത്യേകം ഓരോ ദിവസത്തേക്ക് ഓരോ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. കാരണം എപ്പോഴും എപ്പോഴും പുറത്തെടുത്താൽ അത് കേടായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എൻ്റെ പയറ് കറിയും ഞാൻ 2 ദിവസത്തേക്ക് ഓരോ ദിവസത്തേക്ക് ഓരോ പാത്രങ്ങളിലാക്കി, എല്ലാം ഓരോരോ ദിവസത്തേക്ക്. അപ്പം 4 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് കേട്ടോ. ഒരു ദിവസത്തേക്ക് പയറ് കറി, ഇത് ഗോതമ്പ് ദോശയുടെ കൂടെ നല്ലതാണ്. പിന്നെ മറ്റേത് ഒരു പ്രോട്ടീൻ ദോശയ്ക്കാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ ദോശയ്ക്കാണ് ഈ ടൊമാറ്റോ ചട്നി. ഇനിയും പ്രോട്ടീൻ ദോശ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ടൊമാറ്റോ ചട്നിയുടെ കൂടെ ഒന്നെങ്കിൽ ഗോതമ്പ് ദോശയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ ദോശയ്ക്കും കഴിക്കാം. പ്രോട്ടീൻ ദോശ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് കഴിക്കുന്നതെന്ന്. പിന്നെ ആ സമയത്ത് ഞാൻ ക്യാപ്സിക്കവും പിന്നെ ഇതേപോലെ ഐസ്ബർഗ് ലെറ്റ്യൂസും ഒക്കെ ഒന്ന് നന്നായിട്ട്
കഴുകി ഒന്ന് മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും ഒക്കെ ആയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ആ സമയത്ത്. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിന്ന് ഇടയ്ക്ക് ഓർഡർ ചെയ്തതാണ്. അപ്പം അത് വന്ന് ഞാൻ ഇതേപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇനിയും അടുത്തത് പ്രോട്ടീൻ ദോശയുടെ മുമ്പേ ഞാൻ കറി കട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഓർഡർ ചെയ്യുന്നത്, കട്ട് വെജിറ്റബിൾസ് ഒക്കെ ഓർഡർ ചെയ്തത് കറി കട്ട് ചെയ്തതാണ്. അത് ഞാൻ തലേദിവസം ഓർഡർ ചെയ്തിരുന്നു. അതും ആ സമയത്ത് ബെല്ലടിച്ചു. അപ്പം അവരത് കൊണ്ടുവന്നു. ഈ കറി കട്ടും ഇതേപോലെ, ഇത് ഇൻസ്റ്റാമാർട്ടിൽ ഞാൻ കട്ട് വെജിറ്റബിൾസ് ഓർഡർ ചെയ്യാറില്ല കേട്ടോ. കട്ട് ചെയ്യാത്ത വെജിറ്റബിൾസ് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാറുള്ളൂ. കാരണം അത് കഴുകാത്ത വെജിറ്റബിൾസ് അല്ല അവർ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതാകുമ്പം നമ്മൾ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അവർ രാവിലെ തന്നെയാണ് ഓസോൺ വാഷ്ഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കറി കട്ട് ചെയ്യുന്ന ഓർഡർ ചെയ്യുന്നത്. കറി കട്ട് കുറേ പേരോട് ചോദിച്ചു. അതൊരു ആപ്പാണ് കേട്ടോ. അപ്പം അത് ഇതേപോലെ നമ്മൾ ഓർഡർ ചെയ്യുമ്പം തലേദിവസം ഞാൻ ഓർഡർ ചെയ്ത് വൈകുന്നേരം ആയിപ്പോയി. അല്ലെങ്കിൽ അവർ അപ്പം തന്നെ കൊടുത്തേച്ചേക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഓർഡർ ചെയ്തു. ഇന്ന് രാവിലെ അവർ കഴുകി നമുക്ക് വേണ്ടതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തേക്കും. പിന്നെ ഞാൻ ആ വന്ന ചെറിയ ഉള്ളി തൊലിച്ചതൊക്കെ ഇതേപോലെ ടിഷ്യൂലാക്കി ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ. അതെല്ലാം കിച്ചൺ ടിഷ്യൂ ആണ് കേട്ടോ ഇത്. കിച്ചൺ ടിഷ്യൂലാക്കി പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രോട്ടീൻ ദോശ. പ്രോട്ടീൻ ദോശയ്ക്ക് വേണ്ടി, പ്രോട്ടീൻ ദോശ എന്ന് പറയുന്നത് ഒരു അടദോശയുടെ ഒരു വേരിയേഷൻ തന്നെയാണ്. അടദോശയിൽ പച്ചരി ചേർക്കും, ഇതിൽ പച്ചരി ഇല്ല. അപ്പം അതിന് വേണ്ടിയുള്ള മെഷർമെൻറ്റ് പറയാം. തൊമരപ്പരിപ്പ് 1/4 കപ്പ്, ചെറിയ പരിപ്പ് 1/4 കപ്പ്. ഇനിയും കൂടുതൽ വേണ്ടിയത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ചേർക്കുന്നത് കാണുമ്പോഴേ മനസ്സിലാവും. ഏകദേശം ആ 1 കപ്പിൻ്റെ തൊട്ട് താഴെ ചേർക്കുന്നുണ്ട്. അതിപ്പം ഇപ്പം ചേർക്കുന്ന കടലപ്പരിപ്പാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഏകദേശം ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പം 1/4 കപ്പ്. മറ്റേത് രണ്ടും കൂടെ ഏകദേശം 1/2 കപ്പ് ചേർത്തു. ഇത് ഏകദേശം, ഇത് മാത്രമായിട്ട് ഏകദേശം 1/2 കപ്പ് ചേർത്തു. അപ്പം മനസ്സിലായല്ലോ കടലപ്പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി. അപ്പം തൊമരപ്പരിപ്പും ചെറിയ പരിപ്പും കൂടെ 1/2 കപ്പ്, കടലപ്പരിപ്പ് മാത്രമായിട്ട് ഏകദേശം 1/2 കപ്പ്. ഇനിയും ബാക്കി ചേർത്തത് ഉഴുന്ന് പരിപ്പാണ്. ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തു 1/4 കപ്പ്. ഇനിയും ഇത് ഒരു രാത്രിയിൽ കുതിർക്കാനിട്ടിട്ട് രാവിലെ അരച്ചെടുത്തു. എന്നിട്ടൊരു 6 മണിക്കൂർ പുളിക്കാൻ വെക്കണം. ഉഴുന്ന് പരിപ്പും ചേർത്തിട്ടുണ്ട്, അത് ഇടയ്ക്ക് സ്പീഡിലായിപ്പോയി. അപ്പം ഉഴുന്ന് പരിപ്പും 1/4 കപ്പ്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിലേ പുളിക്കത്തുള്ളൂ. അപ്പം ഇതൊന്ന് അരച്ചെടുത്ത് ഒരു ഇച്ചിരി നേരം അരഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം, പിന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഉണക്കമുളക് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഉണക്കമുളക് അങ്ങനെ തന്നെ ചേർക്കാം. അതും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. അത്രേ ഉള്ളൂ. എന്നിട്ടത് പുളിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ പുളിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഉപ്പിട്ട് വെക്കണ്ട, പുളിക്കാനായിട്ട് ഉപ്പ് ഇട്ട് വെക്കണ്ട, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും ഉപ്പിടണ്ട. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ആവശ്യമുള്ള കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉപ്പിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ടിയായിട്ട് തന്നെ വെക്കുക, ഉപ്പിടാതെ. ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ആവശ്യത്തിന് ഉപ്പിട്ട് ലൂസാക്കി വെള്ളം ഒഴിച്ച് വെക്കുക. ഇച്ചിരി നെയ്യ് ചേർത്തുണ്ടാക്കാം. ഞാൻ ഈ വെയിറ്റ് ലോസ് സമയത്ത് അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്ന സമയത്തൊക്കെ നെയ്യൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. വളരെ കുറച്ച് നെയ്യ് ഞാൻ, പക്ഷെ ഒരു ദോശയൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷെ ഇച്ചിരി നെയ്യ് ചേർത്തൊക്കെയാണ് കഴിച്ചിരുന്നത്. ഈ മാവ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെയും ഒട്ടും പുളിച്ചു പോകാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനിയും ഒരു ചിക്കൻ പ്രിപ്പറേഷനാണ്. ഇത് 400 ഗ്രാം ചിക്കന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ളത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനിയും ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ബ്രസ്റ്റാണ് കൂടുതൽ നല്ലത്. നിർബന്ധമൊന്നുമില്ല, ചിക്കൻ ബ്രസ്റ്റാണ് കുറച്ചുകൂടെ നല്ലത്. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ കൂടുതലും കഴിച്ചിരുന്നത് കേട്ടോ. ഈ 10 kg കുറയ്ക്കുന്ന സമയത്ത് ചിക്കൻ ബ്രസ്റ്റാണ് കൂടുതലും കഴിച്ചത്. ഞാൻ 400 ഗ്രാം എന്ന് പറഞ്ഞത് 1/2 കിലോ ചിക്കനാണ് മൊത്തം എടുത്തത്. അതിൽ നിന്ന് കുറച്ചെടുത്തൊരു 100 ഗ്രാം മാറ്റി ഇപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പം 400 ഗ്രാം ചിക്കൻ ഒന്ന് ജസ്റ്റ് ഇപ്പം പൊടിച്ച് വെച്ച സംഭവം എടുത്ത് ഒന്ന് മിക്സാക്കി വെക്കുകയാണ്. അതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനിയും ബാക്കി ആ 100 ഗ്രാം ചിക്കനില്ലേ, അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ തൈര്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി വെക്കണം. ഇതൊരു ടോർട്ടില റാപ്പിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഈ മാരിനേഷൻ കേട്ടോ. അപ്പോൾ ഇതും ഒരു ദിവസത്തെ ലഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്ത് വെച്ചാൽ ലഞ്ചിന് വേണ്ടിയിട്ടും റെഡിയാക്കാമല്ലോ. അപ്പം ഞാൻ
4 മുട്ട ജസ്റ്റ് ഒന്ന് പുഴുങ്ങി വെക്കുകയാണ്. ഒരു ദിവസം രാത്രിയിലത്തേക്ക് അത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ സൈഡിൽ ഞാൻ ആ കറി കട്ട് ചെയ്യുന്ന ചീര വന്നായിരുന്നേ. ചീര കട്ട് ചെയ്ത് അപ്പോൾ അതൊക്കെ അന്ന് തന്നെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അത് കൊള്ളത്തില്ല. അപ്പോൾ ചീര തോരനും ഉണ്ടാക്കി വെക്കുകയാണ്. അത് 2 ദിവസത്തേക്കുള്ള ചീര തോരനാണ്. ചീര കട്ട് ചെയ്തൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അതൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ടാണ് അത് അന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇത് 2 ദിവസത്തേക്കുള്ള ചീര തോരനായി. മുട്ട പുഴുങ്ങി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ചുമ്മാ പച്ചയ്ക്ക് മുട്ട പുഴുങ്ങിയത് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് 1 ടീസ്പൂൺ ബട്ടറിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. നല്ലതല്ലേ? എനിക്കത് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അങ്ങനെ മുട്ട പുഴുങ്ങി അങ്ങ് വെച്ചാൽ എളുപ്പമാണ് പിന്നെ. പിന്നെ ഞാനിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് അധികം നേരം വെക്കണ്ട. അത് ജസ്റ്റ് കുറച്ച് ഒലിവ് ഓയിലിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കും. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മതി. അതൊന്ന് ഗ്രിൽ ചെയ്ത് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് ചപ്പാത്തിക്കകത്തോ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ്. ഞാൻ ടോർട്ടില്ല റാപ്പ് മേടിച്ച് വെക്കും. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാനൊന്ന് ടാഗ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അത് ജസ്റ്റ് എല്ലായിടത്തും കിട്ടും ടോർട്ടില്ല റാപ്പൊക്കെ. ഇതേപോലെ റാപ്പ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ ഞാൻ ലെറ്റ്യൂസും ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തില്ലേ, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ നേരത്തെ പിന്നെ നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണിക്കാം. അപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് ഇത് എളുപ്പമുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അതിലോട്ട് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ഇത് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ മീൽ പ്രിപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാരുടെ ഇതനുസരിച്ച് ഉണ്ടാക്കാം. ആ ചിക്കൻ ഒന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ എന്തിനാണ് ഈ മീൽ പ്രിപ്പ് എന്ന് ചോദിച്ചാൽ, ഇത് ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ നിന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്യുന്നതും ഒക്കെ ശരിക്കും പണിയാണ്. കുറേ നേരം നിൽക്കല്. ഇതിപ്പോൾ ഒരു ദിവസത്തെ ഇത് കഴിഞ്ഞാൽ എനിക്കിപ്പം 4 ദിവസം റെസ്റ്റ് എടുക്കാം. ഒരു ദിവസത്തെ ഒരു മെനക്കേടേ ഉള്ളൂ. ഇതൊരു ശരിക്കും ഒരു 3 മണിക്കൂറിനകം എനിക്ക് ഈ പണി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ശരിക്കും ഞാനിതിപ്പം വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു 3, 3:30 മണിക്കൂറിനകം എനിക്ക് ഈ പണി കഴിഞ്ഞു. ഞാൻ ക്യാപ്സിക്കം, ലെറ്റ്യൂസും ഇതേപോലെ ചെയ്ത് വെക്കുകയാണ്. ക്യാപ്സിക്കം ഞാൻ ഇപ്പം എല്ലാ ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്യുന്നില്ല. ബാക്കി ക്യാപ്സിക്കം എല്ലാം കഴുകിയത് ജസ്റ്റ് ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നേ ഉള്ളൂ. ക്യാപ്സിക്കം, ടൊമാറ്റോ ഒക്കെ. പിന്നെ ലെറ്റ്യൂസും ക്ലീൻ ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വെക്കും. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ലെറ്റ്യൂസും ആ റാപ്പ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് വെക്കും. ബാക്കി ഇതേപോലെ ഡ്രൈ ആക്കി കിച്ചൺ ടിഷ്യൂവിനകത്ത് വെക്കും കേട്ടോ. അപ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചിക്കൻ ഒന്ന് പകുതി വെന്തു. അപ്പോഴത്തേക്കും അതിലോട്ട് ഒരു ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തു. ഈ ചെറിയുള്ളിയൊക്കെ ഞാൻ ഈ തൊലിച്ചത് മേടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയുള്ളി നന്നായിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ സവോള ഇട്ടാലും മതി കേട്ടോ. എനിക്ക് ഈ ചെറിയുള്ളി തൊലിക്കാൻ ഒക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ കുറച്ച് മടിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ്സും കൂടെ അടച്ചു വെച്ചാൽ 20 മിനിറ്റ്സിനകം മൊത്തം വേകുമല്ലോ. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ്സ്, ഇപ്പോൾ 10 മിനിറ്റ്സ്, അത് 10 മിനിറ്റ്സിനാവും. അപ്പോൾ അതാവും. ഇതേപോലെ ലെറ്റ്യൂസും കിച്ചൺ ടിഷ്യൂവിനകത്ത് ഇതേപോലെ വെച്ചാൽ അത് ചീത്തയാവാതെ ഇരിക്കും. നല്ലപോലെ ഡ്രൈ ആക്കി വെക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മീൽ പ്രെപ്പിന്റെ ആവശ്യകത അതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ സെഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പം വർക്ക് ഇല്ലാത്തവരാണെങ്കിലും ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരായാലും മീൽ പ്രെപ്പ് നല്ലൊരു ചീത്തയാവില്ലേ എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു 4 ദിവസത്തേക്കൊക്കെ ചെയ്ത് വെച്ചാൽ ചീത്തയൊന്നും ആവില്ല. ഞാനിപ്പം ദുബായിലൊന്നും അല്ല, നാട്ടിൽ തന്നെയല്ലേ. എനിക്ക് ചീത്തയായിട്ടില്ല ഇതുവരെ. രണ്ടാമത്തെ ആഴ്ചയിലോട്ടൊക്കെ പോയാൽ ചീത്തയാവും. ഒരു 4, 5 ദിവസത്തേക്കൊന്നും ചീത്തയാവില്ല. 4ാമത്തെ ദിവസം വരെ ഇരുന്നാൽ ഏതായാലും എനിക്ക് ചീത്തയായില്ല. ഞാൻ അവിയൽ വരെ വെച്ചിട്ടുണ്ട്. അവിയലും തേങ്ങ ഉള്ളൊരു സംഭവമല്ലേ അവിയലൊക്കെ. എൻ്റെ ചീരത്തോരനും അവിയലും ഒന്നും ചീത്തയായിട്ടില്ല 4 ദിവസത്തേക്കൊക്കെ കേട്ടോ. ഞാൻ ചോറ് വരെ 4 ദിവസത്തേക്ക് വെക്കുന്ന ഒരാളാണ്. ചീത്തയായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും അതിട്ട് ഇളക്കി രണ്ടാമത് ചൂടാക്കി വീണ്ടും ചൂടാക്കി ഫ്രിഡ്ജിൽ വെക്കരുത്. ഒരു പ്രാവശ്യം എടുത്ത് ചൂടാക്കി അത് രണ്ടാമത് ഫ്രിഡ്ജിൽ വെക്കരുത്. അത് ഒരിക്കലും നല്ലതല്ല. ചൂടാക്കിയാൽ പിന്നെ തിരിച്ച് വെക്കരുത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചീത്തയാണ്. അത് ഹെൽത്തിനും നല്ലതല്ല. അപ്പം ഒരു പ്രാവശ്യം റീഹീറ്റ് ചെയ്ത് തിരിച്ച് വെക്കാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വേറെ വേറെ പാത്രങ്ങളിൽ സൂക്ഷിക്കുക. ഒരുപാട് നേരം പുറത്ത് വെക്കാതിരിക്കുക. നിങ്ങളിപ്പം ഇതിൻ്റെ ചൂട് പോയാൽ ഒരു 2 മണിക്കൂർ ചോറിൻ്റെയൊക്കെ ചൂട് പോയി കഴിഞ്ഞ് വീണ്ടും വെക്കരുത് പുറത്ത്. അത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ചൂട് തണുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അത് ചീത്തയാവാതെ നമ്മൾ കെയർഫുള്ളായിട്ട് അത് പ്ലാൻ ചെയ്താൽ ചീത്തയാവാതിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ,
അതും പിന്നെ കട്ട് ചെയ്ത് വെച്ച ലെറ്റ്യൂസ് ഒക്കെ ഇല്ലേ. അപ്പം ഞാൻ ടോർട്ടില്ല റാപ്പിന്റെ കാണിക്കാന്ന് പറഞ്ഞു. ടോർട്ടില്ല റാപ്പിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും കേട്ടോ, റാപ്പ് ചെയ്യാനായിട്ട് ഈ മസ്റ്റേർഡ് സോസ് എന്നൊരു സംഭവം, ഇത് ഒരുപാട് ഇടരുത്, കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ. മസ്റ്റേർഡ് സോസും ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് ഈ ലെറ്റ്യൂസ് എന്തെങ്കിലും ലീഫി വെജിറ്റബിളും ഫൈബറും ഒക്കെ ചെല്ലണം കേട്ടോ ഈ വെയിറ്റ് ലോസ് സമയത്ത്. അപ്പം ക്യാപ്സിക്കവും ലെറ്റ്യൂസും ഈ ചിക്കനും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കും കൊടുത്തുവിടാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഡയറ്റ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഫൈബർ നല്ലപോലെ ചെല്ലണം. അതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പ്രോട്ടീനും ഒക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് അധികം ക്ഷീണം തോന്നാത്തത്. ചിലപ്പോൾ ചിലർ പറയും വൃത്തികേടായി, പക്ഷെ അത് കുഴപ്പമില്ല. ക്ഷീണം വലുതായിട്ട് തോന്നുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, കമൻറ്റ് ചെയ്യുക. ബൈ.